കൊണ്ടുവന്നത് കണ്ടോ? ചന്ദ്രന്റെ അത് അച്ഛൻ മിസ് അത് ചെയ്യുന്നുണ്ട് നിന്റെ ചന്ദ്രന്റെ കുറെ. തന്തയാണത്, എന്റെ തന്തയല്ല കേട്ടോ. എന്റെ തന്തയെ ഞാൻ കണ്ടിട്ടില്ല, നീ കണ്ടിട്ടില്ല. നിന്റെ തന്തയാണ് ആ തന്ത, നീ അല്ല നിന്റെ തന്തയെ കണ്ടിട്ടുള്ള, അപ്പൊ നിന്റെ തന്തയാണത് കേട്ടോ. അല്ലെങ്കിൽ നിന്റെ മോന്റെ കള്ളത്തന്തയായിരിക്കും, അവന്റെ കള്ളത്തന്തയായിരിക്കും. അല്ലെങ്കിൽ അനാവശ്യം പറഞ്ഞോണ്ട് അയ്യോ സോറി, അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളവനെ ദത്തെടുത്താണല്ലോ ഉദ്ദേശിച്ചത്, അവന്റെ കള്ളത്തന്തയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ശരിക്കുള്ള അച്ഛനല്ലേ അത്? ശരിക്കും സൂര്യക്ക് അച്ഛനില്ല. ശരിക്കും സൂചിക്ക് അച്ഛനില്ല. തമിഴ്നാട്ടിൽ പോയപ്പോഴത്തേക്കും നമുക്കറിയില്ല. തമിഴ്നാട്ടിൽ ഏതോ ചായക്കടയിൽ നിന്ന് ഏതോ മാമൻ പറഞ്ഞു നിന്റെ അച്ഛന്റെ പേര് ചന്ദ്രനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ അങ്ങ് പൊക്കി പിടിച്ചോണ്ടെങ്കിൽ വന്നവൻ പെട്ടിയും കിടക്കെ എടുത്തോണ്ട്. കള്ള അച്ഛൻ അതല്ലേ ശരിക്കും അച്ഛൻ? ആ കള്ളത്തന്തയാണ് നിൽക്കുന്നത് ചായക്കടയിൽ കണ്ടേ. ഏത് ഞാനാ? പിന്നെ അവനെ ഇപ്പൊ തിന്നാനും കൊടുത്ത് വളർത്തണ ഞാനല്ലേ എന്നെ കള്ളത്തന്ത പണി. ഞാൻ ലിപ്സ്റ്റിക് ഇരട്ടെ, ഒരു മിനിറ്റ്. ലിപ്സ്റ്റിക് ഇടണം, ലിപ്സ്റ്റിക് അല്ല ലിബാം. അയ്യേ ലിബാമടാ ലിബാമടാ. അതായിരുന്നു അവളുടെ അച്ഛന്റെ പരിപാടി. എന്തിനാണ് എന്റെ ഉള്ള അച്ഛനെ പറയുന്നത്? മാറലിന്റെ ഫ്രണ്ടിൽ സൂര്യ നീ ആ പെണ്ണുമായിട്ട് പോയോ? എന്തുവാടാ കാറിന്റെ ബാക്കില്? ഫാമിലി അതെ മാമനൊരു സീക്രട്ട് അറിയാമോ? ആ കൊച്ചിനെ ശല്യപ്പെടുത്തല. ഡ്രസ് മാറ്റിയില്ലടാ നീ? നീ ഇത് കണ്ടാ മോബി? നമ്മുടെ ഗ്യാങ് ഡ്രസ് കണ്ടാ? നമ്മുടെ ഗ്യാങ് ഡ്രസ് അല്ലേ ഇത്? ഡേയ് നാളെ 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 എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെ മോന്തെ പിടിച്ച ടാറിലൊരക്കി ഞാൻ കേട്ടാ. ഡ്രസ് ഇതെല്ലാം മാറ്റണം. ഇത് അവന്റെ ചെയിനും എന്റെ മുഖവും എന്റെ ഗ്യാങ് ഡ്രസ്സും. 7 വയസ്സാണ് ഈ കുട്ടിക്ക്, അറിയോ? 7 വയസ്സ്. അതുകൊണ്ട് ഓടിപ്പോയ ആ പിഞ്ചു കുഞ്ഞിന് 7 വയസ്സാണ്. അവളോട് ചന്ദ്രൻ എന്തോ ചന്ദ്രനെ വിളിക്കാൻ പറഞ്ഞേ? എന്താ വിളിച്ച് ഞാൻ പറഞ്ഞേ? ബോസേട്ടായിന്ന്. അങ്ങനല്ലേ ബോസ്? അവളെന്നെ കേറി മാമാന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന്റെ കൂടെ ജനിച്ച ആളല്ല ഞാൻ, മര്യാദക്ക് വേറെ വിളിയെന്ന് പറഞ്ഞു. അവക്ക് 7 വയസ്സുള്ള ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അടിച്ച് മോന്ത പൊളിക്ക് കേട്ടോ ഞാൻ. പിന്നെ എന്നെ അന്യത്തീരെ പ്രായമുള്ള കൊച്ചാണത്. ഞാനിപ്പോ സൂര്യന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു അനാവശ്യം ഒന്നും മര്യാദക്ക് സംസാരിക്കണോന്നൊക്കെ. എന്തെന്ന്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. സൂര്യ പറ. സൂര്യക്ക് ഒരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് പറയണ, ഈ ഇഴച്ചിട്ട് വേണ്ട. പെട്ടെന്ന് പറ. നിന്റെ ഈ വളച്ച് കെട്ടി നീ വളച്ച് ഒരു സെക്കൻഡ് ഭാഷ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ സിറ്റി വന്ന സമയത്ത് ഇവൻ ചന്തി വയ്യാഞ്ഞിട്ട് അവിടെ കിടക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു ചന്തിയിൽ എന്താണ്? കുത്തിന്ന് പറഞ്ഞു. ആരോ കുത്തിന്ന് പറഞ്ഞു ചന്തിയിൽ. ഞാൻ അപ്പോ അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഉള്ളതാണ്, ചന്തിയിൽ ആരോ കുത്തിയിട്ടുണ്ട്. ബാക്കി ഇനി സൂര്യ പറയും. ബട്ടില് സൂര്യയുടെ ബട്ടില് ബട്ടക്സ്. ആര് ചിരിച്ചേ പറ? പാവം ഹിംബോയ് ചിരിച്ചെന്ന് പറഞ്ഞപ്പോ എന്താ ഹിംബോയ് മാമൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ. അച്ഛൻ കണ്ടുപിടിച്ചിരുന്നു ആര് കുത്തിയെന്ന്. அப்பா எங்க பாருப்பா என்ன ஆச்சுன்னா முடுக்குல நின்னுந்தப்பா. முடுக்குல நின்று என்னோட கஸ்டமர் கூட பேசியிருந்தேன்ப்பா. கஸ்டமரா?
ബോസോണ ഞാൻ പറഞ്ഞില്ലേ ഇവൻ കഞ്ചാവിന് മയക്കുമരുന്നിന് അടിമയാന്ന്. ബാക്കി പറ ഇല്ലല്ല ഞാൻ ചോദിക്കാം ബാക്കി പറ அது பேசிட்டே இருக்கும்போது அங்க சல்லுன்னு ஒரு கார் வந்துருப்பா அவட அதுள்ள பார்த்தா ஒரு பச்சை தவளை அப்புறம் ഈ തവള എന്നുള്ള വാക്ക് ഉപയോഗിക്കല്ലേ? പറയട്ടെ அதுக்குள்ள பார்த்தா ஒரு பச்சை ഷൗട്ട് ഇട്ട് പറ சவுட்டு தான் சொல்றேன் പറ ஒரு பச்சை கலர்ல ஒருத்தர் இருந்தாங்க யாருன்னு பார்த்தா கண்ணாப்பி அதுக்கப்புறம் பக்கத்துல லோரா பீன்றுப்பா എടാ സംസാരിക്കലടാ ഇവിടെ എന്നിട്ട് എന്നിട്ട് லோரா பீ இருந்தாங்க அதுக்கப்புறம் என்ன ஆச்சுன்னா பட்டுன்னு இறங்கி என்கிட்ட சம்சாரிக்க வந்தாரு என்ன மாமான்னு கேட்டு பெரிய கண்ணு போ இவ்வளவு பெரிய எடுத்துட்டாருப்பா பெரிய கண்ணு எடுத்துட்டாருப்பா கண்ணாப்பி மாமா ഇത്രയും പെரிய കണ്ണാ നോക്കിയേ அதே கண்ணு சேம் கண்ணு എന്നിട്ട് கண்ணு எடுத்து என்ன டக்குனு கன்ஃபர்ம் பண்ணிட்டாருப்பா உன்னை நான் கிட்னாப் பண்ணிட்டேன் நான் சொல்றது நீ செஞ்சுதான் ஆகணும்னு சொல்லிட்டு என்ன கேரி பண்ணிட்டாருப்பா அதுக்கப்புறம் இங்க இருந்து என்ன ஆச்சு நான் கிளம்பணும்பா நானும் அவரு வந்து நான் சொல்றது செய்ய உள்ள மொபைல் ரேடியோ எதுவுமே இல்லை நான் எடுத்துட்டேன்னு சொல்லி எல்லாத்தையும் எடுத்துட்டாருப்பா கண்ணாப்பி மாமா കഥ കേട്ടപ്പോ കരച്ചിൽ വരുന്നു കേട്ടോ. மொபைல் ரேடியோ எல்லாத்தையும் எடுத்துட்டு நீ அவ்வளவுதான் இதுக்கு மேல உன்னை முடிச்சு விட போறேன்னு சொன்ன எனக்கு ஒரு மாதிரி பயமே வந்துச்சுப்பா. அதுக்கப்புறம் இங்க இருந்து நேரா அந்த பைக் மாதிரி இருக்காரு மணி டஃபா என்னதான் அந்த இடத்துக்கு கூட்டு போயிட்டு அங்க போகும்போது இறக்கி விட்டுட்டு உடனே லோரா மாமி வந்து கன் எடுத்து அவங்களும் கன்ஃபைன் பண்ணாங்கப்பா. அதுக்கப்புறம் என்ன அந்த டோருக்குள்ள கூட்டு போயிட்டு அங்க ஒரு பாத்ரூம் இருந்ததுப்பா. പെട്ടെന്ന് പറയാൻ തുടങ്ങി അവാർഡ് പടത്തിന്റെ അടുത്ത് ചന്ദ്രന്റെ കൊച്ചിനെ കൊണ്ട് അവൻ ബാത്റൂം കഴിവിച്ച് ആ മണി ടർബിലെ அங்க பாத்ரூம்ல அலம்பு விட்டாருப்பா. அலம்பு விட்டு பாட்டு பாட சொன்னாருப்பா. பாத்ரூம்ல ரொம்ப நல்லா தேய்ச்சி அலம்பணும்பா. ഞാനൊരു കാര്യം പറയട്ടെ ലീന, ഇവൻ വെറുതെ ഒന്നല്ല ഇരിക്കണേ. ആ കണ്ണാപ്പ് ഇതൊരു വെറുതെ നടന്നു പോകുമ്പോഴത്തേക്കും അവന്റെ ബാക്കിൽ നിന്ന് പോയിട്ട് അവനെ ഓരോന്ന് പറയലാണ് അവന്റെ പരിപാടി. ഇവ പൊന്നു പോകുന്നല്ല, ഇവ ഇപ്പൊ കുറിയിട്ട് നല്ല ചെറുക്കനായിട്ട് നിൽക്കണാണ് അവൻ. അഴുക്ക സ്വഭാവമാണ് അവന്റെ. ഇവൻ പോയിട്ട് അവന്റെ അടുത്ത് അല്ല ഇതിലവൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞ ഇവൻ മിണ്ടാന്നിരിക്കൂല. ഇന്നലെ എന്റെ കൂടെ പറ്റേക്കും കണ്ണാപ്പി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ? എന്താ പറഞ്ഞ ഇന്നലെ ബാക്കി ഇരുന്നപ്പോ നീ നമ്മുടെ കൂടെ ബൈക്കിൽ ഇരുന്ന് അവൻ എന്തിനാ പറഞ്ഞല്ല? ഒരു മിനിറ്റ്. ഹലോ മച്ചാനെ. പറഞ്ഞോ. ഗൺ സെയിൽ ഉണ്ടായിരുന്നു ബ്രോ. എനിക്ക് ഗണ്ണ് കട ഇല്ല ബ്രോ. നിങ്ങൾ ആരാ? ഗ്യാങ് കൊല്ലാണോ? അയ്യോ സോറി ഇതാരാ ഇതാരാ? ഇത് എനിക്ക് പണി തന്നതാ. പണി തന്നതാ. സോറി ചന്ദ്രേട്ടാ. പുറത്താരാ? പുറത്ത് ഞാൻ തുടങ്ങിയ പാടെ എനിക്ക് കുറച്ച് ചാറ്റ് പുറത്ത് സോറി ബ്രോ. സോറി ചന്ദ്രൻ. കണ്ണാപ്പി കക്കൂസ് കഴിപ്പിച്ചാവേ. அம்மாக்கு இஷ்டப்பட்டம் கட்டஞ்சாய அந்த பாட சொன்னாருப்பா. அந்த பாட்டு பாடின அதுக்கப்புறம் அவருல இருந்து கிளம்பும் போது என் சந்தில பெரிய ஊசி எடுத்து குத்துனாப்பா லோராபி. ഇത് എനിക്ക് പറ്റത്തില്ല. എന്റെ കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അവൻ അസൂയാണ്. ഇവൻ അച്ഛനുള്ളതിന്റെ അസൂയാണ് അവന്. ഇതെനിക്ക് പറ്റത്തില്ല. ഇത് പാറിയപ്പാ ഇപ്പടാ മറന്നു പോയിട്ട് വന്നേ പാറ്. ഇന്ന് ഫുള്ള് ക്ഷീണമായിരുന്നു ഇവൻ, അറിയോ? മരുന്ന് ബോധം കിട്ടുന്നതിന്റെ മരുന്ന് യൂസ് ചെയ്തതിന്റെ വേറെ പറ്റത്തില്ല. ഞാൻ കൊച്ചിനെ വളർത്തുന്ന എന്തിനാ? അവന് കൊണ്ടുപോയിട്ട് സൂചി കുത്താനാണോ? അല്ലല്ലോ. അവനെ കണ്ടില്ല. അതെ, ഞാൻ വരുമ്പോ ഞാൻ ചോദിക്കാം. നീ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സൂര്യ നിന്നെ ഞാൻ കക്കൂസ് കഴിപ്പിക്കും. അല്ല നീ നല്ല
പിന്നെ നന്മയുടെ പ്രതികൂലമല്ല ഫ്രണ്ട് നിക്കണേ, അതോടെ പറഞ്ഞല്ലേ ഞാൻ അതുപോലെ വിശ്വസിക്കാം. ആണ് ആണ് നിന്നെ പോലെ വിശ്വാസമല്ല പിന്നെയാണ് അവനെ. சத்தியம் தான்ப்பா பண்றேன், உண்மையை சொல்றேன்ப்பா, நான் பொய் சொல்லல. நான் നമ്മളെ சொல்றது വിശ്വാസം எல்லாமே உண்மையான சத்தியம்ப்பா. ശരി, ലോറ ഉണ്ടോ അതുകൊണ്ട് ഞാൻ ലോറ എടുത്ത് ചോദിക്കാം. ലോറ ഇല്ല, കണ്ണാപ്പി ഇല്ല, ഇവരില്ലാതെ എങ്ങനെ ഞാൻ ചോദിക്കും? എങ്ങനെ? ஆனா லோராதி வந்து ரொம்ப என்ன பாவம் பாத்துச்சுப்பா லோரா. ലോറ എന്താ? பாவம், அவனை விட்டு இது மாதிரி பண்ணாதன்னு சொல்லி கண்ணாப்பி மாமா கிட்ட 10 டைம்ஸ் சொல்லிச்சு லோரா. அவன் கொச்சியில் விட்டுன்னு பறஞ்சான். ஆனா கண்ணாப்பி மாமாவுக்கு தான் ஒரு இதே இல்லைப்பா, ரொம்ப வச்சு செஞ்சுட்டாருப்பா. ஃபோனில் ரெக்கார்ட் பண்ணாரு தெரியுமா, இதுக்கு மேலே நீ என்ன வந்து எதுவுமே கிண்டல் செய்யக்கூடாது, செய்தா உனக்கு வந்து அச்சம் இல்லை அது மாதிரிலாம் சொல்லி கம்பெயின் பண்ணி மிரட்டி என்ன ஒரு மாதிரி பண்ணிட்டாருப்பா. ചോദിക്കാം, നമുക്ക് ചോദിക്കാം. നടക്കുന്നതാണോ ഇതൊക്കെ? അല്ല ചോദിക്കാം വരട്ടെ ചോദിക്കാം. ஓகேப்பா വരുമ്പോ ചോദിക്കാവേ. ഞാനേ പമ്പൂരെ ഒന്ന് പോയിട്ട് ഇപ്പൊ വരാം. പമ്പ് പമ്പില് അതെ, ഈ കൊച്ചിന് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? പറഞ്ഞുവിടാറായില്ലേ? കൊച്ചിന് അച്ഛനമ്മ ഇല്ലേ? നീയാണോ നോക്കുന്നേ? இல்லம்மா ஏஜே வந்து ஏதோ பிரச்சனை ஆயிடுச்சு அவருக்கு. കുട്ടിയുടെ അമ്മ അച്ഛനെ ഒന്ന് വിളിച്ചേ ഒന്ന്. കൊച്ചിന് എന്തോ ചെയ്ത്, ചന്ദ്രൻ എന്തോ ചെയ്തവളെ. ഇടിച്ച് പല്ലളൊക്കെ ഞാൻ കേട്ടറിഞ്ഞേ. കരയുന്നവള്. പിന്നെ എന്തായി കരയടാ നീ? വിളിച്ചോണ്ടുപോയിട്ട് എന്തേലും പറഞ്ഞു അവളോട്. அவ கரையறாமா? ഹലോ ആ ഒരു മിനിറ്റ്. പിയലേറി കരയല്ലേ മോളെ, കരയല്ലേ പിയലേറി ചന്ദ്ര. കരയല്ലേ, കരഞ്ഞ വിടിയിച്ചോല്ലു. ஹலோ പട്ടിക്കുഞ്ഞാണോ? ഒന്ന് പറഞ്ഞ കരഞ്ഞ വിടിയിച്ചോല്ലെന്ന് പറഞ്ഞു. ஹலோ என்ன ஆச்சு, ஏன் அழுற? ஹலோ நீ സംസാരിക്കുന്നത് ഉള്ള പോയത്. അവള് പറയാ അവൾക്ക് അച്ഛനില്ല, ചന്ദ്രൻ അച്ഛനാവുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ കയറി തൂങ്ങുമല്ലോ. എന്നാ ഈ പമ്പിൽ ജോണിയാന്റെ പമ്പിൽ തൂങ്ങിച്ചാവും ഞാൻ. ചത്ത് കുഞ്ഞത്ത് കൊലയാടി പോലെ ஐயோ അനാവശ്യം പറഞ്ഞോണ്ടല്ലേ. ഭൂഷണ എന്താ ഭൂഷണ കൊന്നു? എങ്ങനെയാടാ ഈ കുരുട്ട് ചത്തത്? കത്തിയടേ, കാറ്റടിച്ച് വരിച്ചത് സത്യം എന്റെ തലയിലായത്. എന്താടാ ഇത്? ഞാൻ വന്നു പോയി കണ്ണെടുത്തു. എന്താ പണ്ടത്തെ ലൈവ് കണ്ട് കരഞ്ഞു പോയി. യുവർ ബർത്ത്ഡേ ലൈവ് എന്നോ? അലീനേന്റെ കത്തി, എല്ലാരും കത്തി, ഞാനും കത്തി. എലിഫന്റ് ഒന്നല്ലേ വള്ളി പിടിക്കാനെന്നാ?